സെപ്റ്റംബർ 20-ാം തീയതിയിൽ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ രാജ്യത്ത് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രീഫായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയെ സംബന്ധിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റോറിയൽ ബ്രീഫായിട്ട് നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോകസഭയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻ ഒന്നിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നടത്തുന്നതിന് വേണ്ടി ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ, പ്രത്യേകിച്ചും ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് യൂണിയൻ ഗവൺമെന്റ് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റിന്റെ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്നുള്ളത്. സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭ, സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ്. അതായത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇലക്ഷന്റെ മേലെ കൂടുതൽ നിയന്ത്രണം സെൻട്രൽ ഗവൺമെന്റിന് വരിക എന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന സമയത്ത് വ്യത്യസ്ത വിഷയങ്ങളായിരിക്കാം ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബട്ട് എല്ലാ ഇലക്ഷനും കൂടി ഒന്നിച്ചാണ് നടത്തുന്നതെങ്കിലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രധാനമായിട്ടും സെൻട്രൽ ഇലക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷനുകളിൽ പോലും സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അതായത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇലക്ഷൻ. അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് ആയിട്ടുള്ള റോളുകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ റോള്, ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാനത്തെ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം കിട്ടാത്ത രീതിയിലായിരിക്കും ഇലക്ഷൻസ് നടക്കുക എന്നുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഇലക്ഷൻസ് എല്ലാം ഒന്നിച്ച് നടത്തുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ലോക്കൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നും തന്നെ പരിഗണിക്കപ്പെടുന്നില്ല. അതായത് ആ ഓരോ സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ ആ ഓരോ പ്രദേശത്തിന്റെയും യുണീക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഈ ഒരു നാഷണൽ ഇലക്ഷൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഇലക്ഷൻ എന്നുള്ള ഒരു ആശയത്തിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ക്യാമ്പയിനിൽ മെല്ലെ മങ്ങിപ്പോകാം എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഈ ഒരു വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം ഇലക്ഷൻ നടക്കുമ്പോഴും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ഒരു സംഭവം വരാറുണ്ട്. അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച മുതൽ റിസൾട്ട് വരുന്നവരെ ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റില്ല, പുതിയ ഫണ്ട് അലോക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഈ ഒരു ഇലക്ഷനെ സ്വാധീനിക്കാം എന്നുള്ളത്. ഈവൻ ആൾക്കാർക്ക് ജോലി നൽകാൻ വരെ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഇലക്ഷൻസ് ഇടയിലിടയിൽ ഇത്തരത്തിലുള്ള മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരും. അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഭരണം നടത്തുന്നതിന് ഒരു ഹിൻഡ്രൻസ് ആണ് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ കൂടുതൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട് ക്യാമ്പയിൻ നടത്തേണ്ടതായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ടും ആ ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ രാജ്യത്തിലെയും പ്രവർത്തനങ്ങളും ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്യാബിനറ്റ് തീരുമാനിച്ച ഉടനെ തന്നെ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് ഭരണഘടന അമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർത്ത് വെക്കണം, ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷമാണ് അവരുടെ കാലാവധി ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിലവിലിപ്പം 1 വർഷമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാലാവധി 1 വർഷമാക്കി കുറക്കേണ്ടി വരും. നിലവിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിരിച്ചുവിടേണ്ടി വരും. അതായത് ഇത് വലിയൊരു അമെൻമെന്റ്, ഭരണഘടനയിലെ അമെൻമെന്റ് വേണം, ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നതാണ്. അപ്പൊ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓവറോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് എന്നുകൂടി ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേണം. മിയർലി ഈ ഗവേണൻസിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ലീഡേഴ്സ് പല സ്ഥലങ്ങളിലും പോകുന്നത് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് അല്ല. അതായത് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു 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 മൊത്തത്തിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെന്റ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വോട്ടേഴ്സിന്റെ അവസരങ്ങളും നഷ്ടപ്പെടും. അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ അവസരം ഒറ്റ സാഹചര്യത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമായി മാത്രം മാറും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നാഷണൽ ഇലക്ഷൻ നടക്കുന്നത് 2024 സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നത് 2027 ആണെങ്കിൽ
ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേറെ വോട്ട് ചെയ്യാനും നാഷണൽ ഗവൺമെന്റിന് വേറെ വോട്ട് ചെയ്യാനും വേറെ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാനും ഒക്കെ ജനങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഒറ്റ സമയം നാഷണൽ ക്യാമ്പയിനിലേക്ക് ഫോക്കസ്ഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിന് ഇമ്പോർട്ടൻസ് കിട്ടില്ല, വോട്ടേഴ്സിന്റെ അവസരവും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇതിന് ഒരു സജഷൻ ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ മിഡ് ടേം ഇലക്ഷൻസ് കൂടി നടത്തുക എന്നുള്ളതാണ്. അതായത് ഇടയിൽ വെച്ചിട്ട് 2.5 വർഷം കഴിയുമ്പോൾ മറ്റൊരു ഇലക്ഷൻസ് കൂടി നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഓവറോൾ പ്രോസസ്സിനെ കോംപ്ലിക്കേറ്റ് ചെയ്യും, അക്കൗണ്ടബിലിറ്റിയെ ബാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇതെല്ലാം ഒരു കൺസേൺ തന്നെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ വ്യക്തമാവും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, അതുപോലെ തന്നെ വളരെ ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ പീസ് മേക്കിങ്ങിൽ നമ്മുടെ രാജ്യത്തിന്റെ റോളുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇതേ വിഷയത്തിനെ തന്നെയാണ് ചുറ്റിപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്ലോബൽ ലീഡർ എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ റഷ്യയോടും യുക്രൈനോട് നോക്കുമ്പോൾ വളരെ യുണീക്ക് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ള ഒരു മീഡിയേറ്റർ ആണ്. അതായത് രണ്ട് രാജ്യങ്ങളുമായിട്ടും ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അതേപോലെ നമ്മുടെ രാജ്യം ഒരു നോൺ അലൈൻമെന്റ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓണസ്റ്റ് ബ്രോക്കർ, അതായത് സത്യസന്ധനായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ എന്നുള്ള ഒരു സ്റ്റാൻഡാണ് നമ്മുടെ രാജ്യത്തിന് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു മീഡിയേറ്റർ ആയി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വ്യക്തിപരമായ താല്പര്യമല്ല, കോമൺ ലോകരാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ഒരു തീരുമാനം വരും എന്നുള്ളതാണ്. അതായത് ഇന്ത്യ വെസ്റ്റേൺ സാങ്ഷൻസ് റഷ്യയുടെ മേലെ ഏർപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഇന്ത്യ അതിൽ നിന്നും റെഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇന്ത്യയുടെ മേലെ വിശ്വാസമുണ്ട്, റഷ്യയുമായിട്ട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഉക്രൈനുമായിട്ടും മറ്റ് വെസ്റ്റേൺ കൺട്രീസുമായിട്ടും ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ സൗത്തിന്റെ ഒരു കീ ലീഡർ എന്ന നിലയിൽ ഡെവലപ്പിംഗ് നാഷൻസിന് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു പീസ് ഡിസ്കഷൻസിലാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ഈ ഒരു മോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം പുതിയതായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുകയൊക്കെ ചെയ്തത് ആ ഒരു മീഡിയേറ്ററി എഫേർട്ടിന്റെ ഒരു സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിലവിൽ ഇന്ത്യ മീഡിയേറ്ററി എഫേർട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ചാലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പ്രത്യേകിച്ചും വിഷയം എന്ന് പറയുന്നത് ഈവൻ നമുക്ക് ആ ഒരു നെഗോഷിയേഷൻ ലാൻഡ്സ്കേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സ്റ്റിൽ അവിടെ അക്രമങ്ങൾ നടക്കുവാണ്. പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അകത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അകത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെയാണ് നമ്മൾ എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാതെയാണ് നമ്മൾ അവിടത്തേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും സോൾവ് ചെയ്യുന്നില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും സോൾവ് ചെയ്യാതെയാണ് നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രശ്നത്തിൽ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്രിറ്റിസിസം വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുക്കുന്നതായിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് മെസ്സേജ് നൽകുന്ന രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എടുക്കുന്ന എഫേർട്ടുകൾ വളരെ ഫ്രൂട്ട്ഫുൾ ആണ്. ബട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ പ്രപ്പോസൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതല്ല, അതിന് എങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്ടുകൾ കൊണ്ടുവരാൻ ഹൈ ലെവൽ മീറ്റിങ്ങുകൾ രണ്ട് രാജ്യത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇന്ത്യ ഇതിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ഈ ഒരു കറണ്ട് ജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ, അതുപോലെ ഓൺഗ്ലോയിങ് ഗ്ലോബൽ കോൺഫ്ലിക്റ്റുകളെയും സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ രാജ്യം എഫക്റ്റീവായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുണോദോയ് 3.0 എന്ന് പറയുന്ന ആസാമിലെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്, ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ്. അതായത് അവിടുത്തെ പോവർട്ടി അലേവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഒരുണോദോയ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരുണോദോയ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.